കുറുവ സംഘത്തെ തേടി മണ്ണഞ്ചേരിയിലും അതുപോലെ പുനപ്രയിലുമൊക്കെ സഞ്ചരിച്ച മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മണ്ണഞ്ചേരിയിലെ കുറച്ച് ആളുകൾ കൂടി മനീഷിനൊപ്പം ഉണ്ട്. മനീഷ്, മനീഷ്, ഇന്നലത്തെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ ഇവർക്കൊപ്പമൊക്കെ സഞ്ചരിച്ചത്? SKN പേടിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം അവിടെ ഉണർന്നിരിക്കുകയായിരുന്നു. ഇപ്പം രാവിലെ ആണ്, പക്ഷേ കുറച്ച് ആളുകൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വരാൻ അല്പം താമസിച്ചു. കാരണം എല്ലാവരും രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം. എന്തെങ്കിലും പിണക്കമോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കള്ളന് വേണ്ടിയിട്ട് ഒരു നാടൊന്നാകെ ഒന്നായി നിൽക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇനി കള്ളനെ പിടിക്കുക എന്നത് മാത്രമാണ് അജണ്ട. ഇനി മണ്ണഞ്ചേരിയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 29-ന് ആദ്യം ഈ കുറുവ സംഘത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. അത് മണ്ണഞ്ചേരിയിൽ നിന്നാണ്. മണ്ണഞ്ചേരിയിൽ 2 മോഷണ കേസുകളുണ്ടായി. അതായത് 2 സ്ഥലങ്ങളിൽ നിന്നും വസ്തുക്കൾ നഷ്ടപ്പെട്ടു. അതിലൊരു വീടാണിത്. പക്ഷേ ഇവിടെ മാത്രം തസ്കരൻ തെറ്റിപ്പോയി. ഇവിടെ നിന്നും അപഹരിച്ചത് റോൾഡ് ഗോൾഡ് ആയിരുന്നു. ഈ വീടിൻ്റെ അടുക്കള വാതിൽ വഴിയായിരുന്നു എല്ലാ കേസുകളിലും, ആലപ്പുഴയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കേസുകളിലും അടുക്കള വാതിൽ വഴി മാത്രമാണ് ഈ കള്ളനകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വീട്ടിലെ ഗൃഹനാഥയാണ് ഇവരുടെ മാല അപഹരിച്ചു. എങ്ങനെയായിരുന്നു ചെയ്തത്? കഴിഞ്ഞ ദിവസം 12-ാം തീയതി വെളുപ്പിനെയായിരുന്നു. വെളുപ്പിനെ വെച്ചാൽ ഒരു 12:40 നമ്മൾ കിടന്നപ്പോൾ തന്നെ 12:15 കഴിഞ്ഞായിരുന്നു. അത് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഴുത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പറിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അന്നേരം തന്നെ ചാടി എഴുന്നേറ്റിപ്പം ഒരു കള്ളൻ കയറി എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാഞ്ഞോട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നല്ല മഴയുണ്ടായിരുന്നു, എൻ്റെ കഴുത്തിൽ മിന്നലടിച്ചിട്ട് എൻ്റെ മാല തെറിച്ച് പോയി എന്ന് പറയും. അപ്പോൾ ഒരു താഴെ വീഴുന്ന ഒരു ഒച്ചയും നമ്മൾ കേട്ടു. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ എഴുന്നേറ്റ് എല്ലായിടവും തപ്പുമായിരുന്നു. അങ്ങനെ ലൈറ്റിട്ട് നോക്കിയപ്പം അടുക്കള കതവും അടഞ്ഞിരിപ്പുണ്ട്, ഫ്രണ്ട് കതവും അടഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും ആ ഒരു പ്രതീക്ഷയില്ല. വീണ്ടും തപ്പിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ ഇനിയിപ്പോൾ രാവിലെ നോക്കിയെടുക്കാമെന്ന് പറഞ്ഞ് കിടക്കാനായിട്ട് വന്നപ്പോൾ കട്ടിലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളി, ഒരു നനഞ്ഞ ഒരാൾ വന്ന് നിൽക്കുമ്പം നമുക്ക് വെള്ളം വീഴില്ലേ, അതുപോലെ വെള്ളം അവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ വെള്ളം അപ്പം ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് ഞാൻ കതക് ചാരി വെച്ചിട്ടായിരുന്നു. അപ്പോൾ കതക് പകുതിക്ക് തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബെഡ്റൂമിൻ്റെ കതക്. അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് വന്നെല്ലാം നോക്കി അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ കതക് പൊളിച്ച്, അതിൻ്റെ കുറ്റിഭാഗം പൊളിച്ച് ഊരി വെച്ചിട്ട് അവർ പോകാൻ നേരം അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ടായിരുന്നു പോയത്. അപ്പം രാവിലെയാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ താലി കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ താലി തെറിച്ചു പോയി. ആ വീണെ കൊണ്ടുപോയാണോ അതറിയില്ല. അതവർ ആ ഇരുട്ടത്ത് ഒരു സെക്കൻഡ് കൊണ്ട് അവർ പോകുന്നത്. നമ്മളിങ്ങനെ പറിക്കുന്ന ഒച്ച കേട്ട് ഇത് വരിക നമ്മൾ ചാടി എഴുന്നേക്കാൻ കൂടിയായിരുന്നു. പക്ഷേ നിറച്ച് ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് റോൾഡ് ഗോൾഡ് ആയിരുന്നു അല്ലേ? ആയിരുന്നു, റോൾഡ് ഗോൾഡ്, 1 ഗ്രാം തങ്കത്തിൻ്റെ സ്വർണ്ണം ഇതായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയാനുള്ളത്, എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാനുള്ളത്, എൻ്റെ ഈ മോള് അവൾ 12:38 അവൾ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ഇവർ 12:40 ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ആ ഒരു 2 മിനിറ്റ്, ആ ഒരു മിനിറ്റിനുള്ളിൽ എൻ്റെ മോള് ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരികയോ ആ സമയത്താണ് അവർ കയറിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അവർ എന്തെങ്കിലും ചെയ്തേനെ. പിന്നെ അവൾ വന്നേച്ചു അത്രയും നേരം റൂം തുറന്ന് കിടക്കായിരുന്നു. എഴുന്നേറ്റ് കുറ്റി ഇട്ടിട്ടാണ് കിടന്നത്. അതായത് ഈ ഇവരെ പറ്റി അന്വേഷണ സംഘം പറയുന്നത് ഇവർ ആക്രമിക്കും, ഒരു കാരണവശാൽ ഇവർ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല. പക്ഷേ ഇവരെ ഏതെങ്കിലും തരത്തിൽ പിടികൂടാനുള്ള ശ്രമം നടത്തിയാൽ ഇവർ റെസിസ്റ്റ് ചെയ്യും. ഇവരിൽ മാരകായുധമുണ്ട്, ആ രീതിയിൽ ഇവർ ആക്രമിച്ച് കളയും. അത് സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ നൈറ്റ് സ്ക്വാഡ് കഴിഞ്ഞ് വന്ന് ഇരിക്കുകയാണ്. ഒരു നൈറ്റ് ചെറുപ്പക്കാരടക്കം ഇറങ്ങുന്ന സംഘമുണ്ട്. നൈറ്റ് സ്ക്വാഡിന് പോയിരുന്നു. എങ്ങനെ വടിയും തീർച്ചയായിട്ടും ഞങ്ങൾ 10 പേരുള്ള ഒരു സംഘമാണ്. ഞങ്ങൾ 4 തിരിഞ്ഞിരിക്കുന്നത്. അപ്പം 10 പേരുള്ള 4 സ്ക്വാഡുകളാണ് ഒരു വാർഡിൽ പ്രവർത്തിക്കുന്നത്. അത് എല്ലാ ഊടുവഴികളിലൂടെയും റോഡുകളിലൂടെയൊക്കെ ഒരു 5 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം രാത്രി കവർ ചെയ്യാനുള്ള ഒരു മണി വരെ, അതായത് 12 മണിയൊക്കെ ചെയ്ത് ഇന്ന് 4-5 മണിയായി. ഇന്ന് ഒരു ഗ്രൂപ്പിലൊരു ഒരു വോയിസ് വന്നിങ്ങനെ. അങ്ങനെ വന്നപ്പോൾ ഒരു 50ഓളം പേര് ഒരു മതിൽക്കെട്ടുള്ള ഒരു പറമ്പ് വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ശരിക്കും ഇന്ന് ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ എവിടെയോ ഇതുപോലെ ഒരു കള്ളൻ്റെ സാന്നിധ്യം വന്നു എന്ന് പറയുന്നു. അതെ, ഒരു മതിൽക്കെട്ട് അകത്തേക്ക് ചാടി കയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇപ്പോൾ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ ആദ്യത്തെ മോഷണം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം ഉറക്കം നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുവാനും എന്ന് വേണമെങ്കിൽ കൂടെ പറയാമല്ലോ, നമ്മുടെ സുരക്ഷയും പ്രദേശത്തിൻ്റെ സുരക്ഷയും കൂടെ കരുതി സ്ക്വാഡ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ പൂർണ്ണമായ സഹകരണമാണ് കിട്ടുന്നത്. പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു സാറും SHOയും ഒക്കെ വളരെ കേസുകളെ സംബന്ധിച്ച് സാർ, ഈ കേസുകളെ സംബന്ധിച്ച് അതിപ്പോൾ നിലവിൽ 2 കേസാണല്ലോ മണ്ണഞ്ചേരിയിൽ. അതിനെപ്പറ്റി ഒന്ന് പെട്ടെന്ന് പറയാം. ഏതൊക്കെ കേസുകളെ എന്താണ് നഷ്ടപ്പെട്ടത്? ഇവരുടെ ഒന്നാമത്തെ കേസ് ഇവരുടേതാണ്.
അതിവിടെ സൂചിപ്പിച്ചതുപോലെ റോഡിൽ ഗോൾഡാണ്. എന്നാൽ താലിയും കൊളുത്തും സ്വർണ്ണമായിരുന്നു. പക്ഷേ കൊളുത്ത് അവർ കൊണ്ടുപോയി, താലി ഇവർക്ക് തിരികെ ലഭിച്ചു. രണ്ടാമത്തെ കേസ് 11-ാം വാർഡിലെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ കയറിയാണ്. അവർ 2-3.5 പവൻ്റെ ആഭരണമാണ്, മാലയാണ് പൊട്ടിച്ചിട്ട് പോയത്. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നല്ല നിലയിലുള്ള പട്രോളിങ് പോലീസിൻ്റെതുണ്ട്. നാട്ടുകാരിപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഏതാണ്ട് ഇന്നലെ 5 സ്ക്വാഡുകൾ ഇറങ്ങിയെന്നാണ് അതിൻ്റെ ചുമതലക്കാർ പറഞ്ഞിട്ടുള്ളത്. നാട്ടിലിപ്പോൾ ചെറുപ്പക്കാരെല്ലാവരും ഇതിനു വേണ്ടി തന്നെ ഇറങ്ങുന്നൊരു രീതിയാണോ? അതെ, പൂർണ്ണമായും ചെറുപ്പക്കാരെല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന തരത്തിൽ തന്നെ ഇടപെടുന്നൊരു ശൈലിയാണുള്ളത്. ഇപ്പം 5 സ്ക്വാഡുകൾ എന്നുള്ള ഔദ്യോഗികമായിട്ടാണെങ്കിൽ പോലും എല്ലാ വഴിയോരങ്ങളിലും ഈ ഊട് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇതിൻ്റെ ജംഗ്ഷനുകളിലൊക്കെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു വിഷയമുണ്ട്, ഏകദേശം 700 ആളുകളുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമോ ചെറിയൊരു സംശയം ഉണ്ടായാൽ തന്നെ ഒരു മിനിറ്റിനകം അല്ലെങ്കിൽ 2 മിനിറ്റിനകം അവിടെ 50ഓളം ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഈ സ്വർണ്ണമൊക്കെ ഇടാൻ പേടിയുണ്ടോ ഇപ്പം? പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും പറയും ഊരി വെച്ചിട്ട് കിടക്കണമെന്ന്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാറുണ്ടോ? അപ്പോൾ ഇപ്പം ഇല്ല, എനിക്ക് ഉറക്കമില്ല. എനിക്ക് പേടി. ഞാൻ ഉറങ്ങിയാലുണ്ടല്ലോ ഈ സ്വപ്നമൊക്കെ കണ്ട് എണീക്കുക. ഇങ്ങനെ മാല പൊട്ടിച്ചോണ്ട് പോകുന്നത്, വള ഊരിക്കൊണ്ട് പോകുന്നതൊക്കെ സ്വപ്നം കണ്ട് എണീക്കുക ഞാൻ. ഇപ്പം എന്ത് പറയുന്നു, രാത്രിയിലൊക്കെ ആകുമ്പോൾ ഞെട്ടി എഴുന്നേക്കോ അതോ ഉറങ്ങി? മഹിബാൽ, ഞാൻ താങ്കളിലേക്ക്